KFC ചിക്കൻ ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും. പക്ഷേ ചിക്കനും മുട്ടയും ഒന്നും ചേർക്കാതെ KFC സ്റ്റൈലിൽ നല്ലൊരു ബ്രെഡ് സ്നാക്ക് ആയാലോ? സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട കാര്യമാണ് ഇതുപോലെ കുറച്ച് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ്. നമുക്കിഷ്ടമുള്ള ഷേപ്പിലും ഇഷ്ടമുള്ള സൈസിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത്, നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്ന സമയം വരെ ഇത് ഫ്രീസറിൽ വെക്കാം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ബ്രെഡ് കുറച്ച് ഹാർഡായിട്ട് കിട്ടും. ഇനി നമ്മുടെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 കപ്പ് അളവിൽ കടലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചധികം ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 1 കപ്പ് അളവിൽ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ബ്രെഡിൻ്റെ അളവിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആവശ്യമുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി. കുരുമുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ്. കൂടെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അല്പം വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് നല്ല രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു ബാറ്റർ പോലെ തിക്കായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ എല്ലാം തയ്യാറായിട്ടുണ്ട്. ബാറ്റർ തയ്യാറാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇത്രയും കട്ടി തന്നെ ബാറ്ററിനുണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ ഫ്രീസറിലേക്ക് മാറ്റി വെച്ച ബ്രെഡാണിത്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത് സെറ്റായിട്ടുണ്ട്. കൂടാതെ നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് നമ്മൾ നേരത്തെ എടുത്ത സെയിം ബ്രെഡ് വെച്ച് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. നന്നായി ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ നിൽക്കരുത്. ഇതൊന്ന് ഫ്രൈ പാനിലിട്ട് ചൂടാക്കിയെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ഓരോ പീസ് എടുത്ത് നമ്മുടെ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസ് കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് എണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഓരോ പീസായി വെച്ച് കൊടുക്കാം. ഒരുപാട് സമയം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും ഇതെടുക്കാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് അല്പം കുറച്ച് വെച്ച് ചെയ്തെടുക്കാം. ഒരുപാട് ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്യാൻ നിൽക്കരുതേ. ഒരു സൈഡ് ഒന്ന് നല്ലതുപോലെ മുരിഞ്ഞ് വന്നാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ബ്രെഡ് വെച്ചിട്ട് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് മയണൈസോ അല്ലെങ്കിൽ മയണൈസും ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. 2 സൈഡും നല്ലപോലെ കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കണേ.